പേരിന് അല്പം ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ബീഫും കായും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒഴിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ ചാറുകറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെന്ത ബീഫാണ്. ബീഫ് വേവിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അതിലേക്ക് വെന്ത ബീഫിലേക്ക് നമ്മൾ ഒരു 3 കായ, മീഡിയം സൈസ് കായ ചെറുതാക്കി അരിഞ്ഞത്, ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചത് എന്നിവയ്ക്കും കൂടെ നമുക്ക് ചതച്ച് ചേർത്തിട്ട് അതിലേക്ക് നാളികേരം ചെരുവിയൻ്റെ 2-ാം പാൽ, ഞാൻ ഏകദേശം 1 കപ്പ് 2-ാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തേക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളി ചതച്ചിടാം. അതിന് ശേഷം അതിലേക്ക് ഒരു സവാളയും കൂടെ ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നാളികേരത്തിൻ്റെ 3-ാം പാലും അതുപോലെ ബാക്കി 2-ാം പാലിൽ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ, ഗ്രേവി നല്ല തിക്കാവണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ച കായും ഇതാണ്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാലും മല്ലിയിലയും തൂവി കൊടുക്കാം. നന്നായി തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ കൂടെ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കാം. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ.